ഹലോ ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഇന്ന് വീട്ടിൽ പോകാണെന്നുള്ളത്. സോ ഞാൻ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. ട്രെയിൻ കയറാൻ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒടുക്കത്തെ ക്യൂ എന്ന് വെച്ചാൽ ഒടുക്കത്തെ ക്യൂ, എന്നും ഇല്ലാത്ത പോലത്തെ ക്യൂ. വെള്ളിയാഴ്ച ആണല്ലോ, അധികം പേര് കാണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഒടുക്കത്തെ ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റേഷൻ്റെ പുറത്ത് വരെ ക്യൂ, അതുപോലത്തെ ക്യൂ ആയിരുന്നു. എങ്ങനെയൊക്കെയോ ക്യൂവിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ട്രെയിൻ വരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പോകേണ്ട ട്രെയിൻ ഇതാ വന്ന് നിൽക്കുന്നു. അതായത് 5:20 ട്രെയിന് 4:50 വന്നേക്കുന്നു. എവിടെ ടിക്കറ്റ് കിട്ടിയോ? ആ ക്യൂവിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് ടിക്കറ്റ് എടുത്ത് ഞാൻ ഓടി ട്രെയിൻ കിട്ടണമല്ലോ. ഞാൻ വിചാരിച്ചത് അത് അപ്പം തന്നെ പോകുന്നതാണ്. പക്ഷേ അത് 5:20 വരെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ അവിടെ കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ വിടുമെന്നുള്ളത്. പക്ഷേ വിട്ടില്ല. 5:20 വരെ ആ ട്രെയിനിൽ നിൽക്കുമായിരുന്നു. 5:20 വരെ മാത്രമല്ല ആ ട്രെയിനിൽ നിന്നത്. എറണാകുളം സ്റ്റേഷൻ മുതൽ എൻ്റെ സ്റ്റേഷൻ വരെ ഞാൻ ആ ട്രെയിനിൽ നിൽക്കുമായിരുന്നു. സീറ്റെന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ആരും ഇടയ്ക്കത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാനില്ലേന്ന്. ആരുമില്ല. കോട്ടയത്തെപ്പോൾ ആരും ഇറങ്ങിയില്ല. എല്ലാവരും ചെങ്ങന്നൂർ ഇറങ്ങാനായിരുന്നെന്ന് തോന്നുന്നു. എൻ്റെ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങാനായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി. ലാസ്റ്റ് ഞാൻ നാട്ടിൽ വന്ന്. ഇപ്പം നിങ്ങൾ എൻ്റെ മുഖത്ത് ഈ ഹാപ്പിനെസ് കാണാം. കാരണം ഞാൻ കുറേ നാളൂടെ വീട്ടിൽ വരുന്നതാണ്. അമ്മേനെ കാണാം, പപ്പേനെ കാണാം, സിജോനെ കാണാം. പിന്നെ അമ്മയുടെ ഫുഡ് കഴിക്കാം. മെയിൻ കാര്യം ഇതാണ് ഗൈസ്, അമ്മയുടെ ഫുഡ് കഴിക്കാം. അമ്മ നല്ലൊരു കുക്കാണ്. അമ്മ നല്ലപോലെ ഫുഡ് വെക്കും. അപ്പം വരുന്നതാണ് എൻ്റെ അനിയൻ, എൻ്റെ മുടിയനായ പുത്രൻ. ഇവൻ വന്നത് എനിക്ക് എക്സ്ട്രാ ചിലവായിപ്പോയി. അത് നിങ്ങൾക്ക് അടുത്ത ക്ലിപ്പിൽ കാണാൻ പറ്റും. ആ കടയിലുള്ള ഓൾമോസ്റ്റ് സാധനങ്ങളും വാങ്ങി. ഇവനൊരു ദുശീലമുണ്ട്. ഇതിനകത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്നെ കൊല്ലുമെന്നറിയില്ല. അവന് രാത്രിയാവുമ്പം എന്തെന്നറിയില്ല, വിശപ്പാണ്, ഒടുക്കത്തെ വിശപ്പാണ്. 12 മണി കഴിഞ്ഞ് അങ്ങനെ അതെല്ലാം വാങ്ങി വീട്ടിലെത്തി, കുളിച്ചു. അമ്മയുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. അമ്മയോട് ഞാൻ ഹായ് പറയാനാണ് പറയുന്നത്. അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല, യൂട്യൂബ് ഇടാനൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. കുറേ നാളുകൂടിയാണ് അമ്മേനെയും പപ്പേനെയൊക്കെ കാണുന്നത്. പപ്പേനെ ഇതിനകത്ത് കാണിക്കാത്തത്, പപ്പ ഷർട്ട് ഇട്ടിട്ടില്ല. സോ അത് കഴിഞ്ഞ് ഏറ്റവും മെയിൻ കാര്യം അമ്മയുടെ ഫുഡ്. തോരനും മോരും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല മെയിൻ. ഇവനാണ് മീൻ കറി, അതും തലക്കറി. എന്നാ ടേസ്റ്റ് ആയിരുന്നെന്നറിയോ? ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. അതെല്ലാം കൂടെ കൂട്ടി ഞാൻ കഴിച്ചു. സൂപ്പറെന്ന് വെച്ചാൽ ഇപ്പോഴും വായി വെള്ളം വരുന്നു ഗൈസ്. എന്തായാലും കുറേ നാളൂടെ അമ്മയുടെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.